നമുക്ക് ഇങ്ങനെയുള്ള 2 ഗ്രാനി സ്ക്വയർ കിട്ടിയാൽ അത് നമുക്ക് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള രീതിയിൽ എങ്ങനെ ജോയിൻ ചെയ്യാൻ നോക്കാം. അപ്പോൾ ഞാനിങ്ങനെ 2 പീസ് ഇവിടെ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഗ്രാനി സ്ക്വയറിൻ്റെ വീഡിയോ നമ്മൾ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ചെയ്തതിന് ശേഷം നമുക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കാം. അതിന് ശേഷം നമുക്ക് ഇതിങ്ങനെ ആക്കിയിട്ട് വെക്കാം. ഒന്ന് മുകളിലും മറ്റേത് താഴത്തെ ഇങ്ങനെ നേരെയായിട്ട് വെച്ച് കൊടുക്കാം. എന്നിട്ട് വേണമെങ്കിൽ ബിഗിനേഴ്സ് ആണെങ്കിൽ നമുക്കിവിടെ ഈ ഒരു കോർണറിലും ഈ താഴെയുള്ള ഇതിൻ്റെ കോർണറിലും കൂട്ടിയിട്ട് നമുക്കൊരു സ്റ്റിച്ച് മാർക്കർ വെച്ച് കൊടുക്കാം. സ്റ്റിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങി പോവാക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് ഈ കോർണറിലാണ് നമ്മൾ ഈ കോർണറിലുള്ള ഈ ഒരു ചെയിനിൽ നമ്മൾ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. അതുപോലെ ഇതിലും നമുക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ജോയിൻ ചെയ്യാം. ജോയിൻ ചെയ്യാനായിട്ട് ഞാൻ സെയിം കളർ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. കുറച്ച് ടൈലൻ്റ് അധികം എടുക്കുക. എന്നിട്ട് ഇവിടെയുള്ള ഈ ഒരു ഫിംഗർ ഇവിടെ ടൈറ്റാക്കി പിടിച്ചിട്ട് ഞാനോ ചെയ്യുക ഈ ഒരു 2 എണ്ണത്തിൻ്റെ ഉള്ളിൽ കൂടിയും പുറത്തേക്ക് എടുക്കുക. ഇനി ഞാൻ അടുത്ത ചെയിനിൽ ഇതിൻ്റെ ചെയിനിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഈ ഒരു ചെയിനിലും ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. എന്നിട്ട് നമുക്ക് യാണോ ചെയ്യുക ഹുക്കിന് മുകളിലേക്ക് വലിക്കുമ്പോൾ 2 ലൂപ്പ് കിട്ടും. യാണോ ചെയ്യുക ഈ 2 ലൂപ്പിനൂടെ പുറത്തേക്ക് എടുക്കുക. നമുക്കൊരു സ്ലീപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. വീണ്ടും നമുക്ക് ഈ 2 ഭാഗത്തും കൂടി ജോയിൻ ചെയ്യണം കേട്ടോ. ഈ 2 ഗ്രാനി സ്ക്വയറും കൂടിയും ജോയിൻ ചെയ്യാം. 2 ലൂപ്പ് കിട്ടും. ഒരു ലൂപ്പിൻ്റെ ഉള്ളിൽ കൂടി പുറത്തേക്ക് എടുക്കുക. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഓരോ ചെയിനും ഇവിടെയും എടുക്കുക, ഈ ഒരു ഭാഗത്തും എടുക്കുക. വീണ്ടും അടുത്ത ചെയിനിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. അടുത്ത ഗ്രാനി സ്ക്വയറിലും ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. 2 ലൂപ്പ് കിട്ടും. ഈ ഒരു ലൂപ്പിലൂടെ പുറത്തേക്ക് എടുക്കാം. വളരെ സിമ്പിളായിട്ട് നമുക്ക് ജോയിൻ ചെയ്യുന്ന ഒരു മെത്തേഡാണ്. ഒരുപാട് മെത്തേഡിൽ നമുക്ക് ജോയിൻ ചെയ്യാം. ഏറ്റവും സിമ്പിളായിട്ടുള്ള ഒരു മെത്തേഡാണിത്. സ്ലീപ്പ് സ്റ്റിച്ച് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മളിങ്ങനെ എല്ലാ ചെയിനിലും ഫസ്റ്റത്തെ ഗ്രാനി സ്ക്വയറിലും സെക്കൻഡത്തെ ഗ്രാനി സ്ക്വയറിലും ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. മുകളിലേക്ക് വലിക്കുമ്പോൾ നമുക്ക് 2 ലൂപ്പ് കിട്ടും. ഈ ഒരു ലൂപ്പിലൂടെ പുറത്തേക്ക് എടുക്കാം. വീണ്ടും നമ്മളിങ്ങനെ ഒരുമിച്ച് പിടിച്ചിട്ട് ഇങ്ങനെ ചെയ്ത് കൊടുക്കുക. വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മളിവിടെ നോക്കണം 2 ഭാഗവും ഒരുപോലെ തന്നെ കിട്ടണം കേട്ടോ. അല്ലെങ്കിൽ കുറച്ച് സ്പേസ് കൂടി പോവും. അപ്പോൾ സ്റ്റിച്ചസ് ഇങ്ങനെ ഓരോന്ന് ചെയ്യുമ്പോഴും കറക്റ്റാണോ എന്ന് നോക്കിയിട്ട് ചെയ്യുക കേട്ടോ. നമുക്കിങ്ങനെ സ്ലീപ്പ് സ്റ്റിച്ച് ചെയ്യാം. നമുക്കിത് സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് വെച്ചിട്ടും ചെയ്യാം. പക്ഷെ ഞാനിവിടെ ജോയിൻ ചെയ്യുന്നത് സ്ലീപ്പ് സ്റ്റിച്ച് വെച്ചിട്ടാണ്. എപ്പോഴും ശ്രദ്ധിക്കുക 2 ഗ്രാനി സ്ക്വയറും ജോയിൻ ആയിട്ടുണ്ടോയെന്ന്, ഉള്ളിൽ കൂടി ഹുക്ക് ഇൻസേർട്ട് ആയിട്ടുണ്ടോയെന്ന് നോക്കുക. ഓരോ ചെയിനിലും ഇങ്ങനെ ഹുക്ക് ഇൻസേർട്ട് ചെയ്യണം. 2 എണ്ണത്തിൻ്റെ കൂടി ഇൻസേർട്ട് ചെയ്തിട്ട് ഇങ്ങനെ നമുക്ക് ഈ ഒരു എൻഡ് വരെ ചെയ്ത് കൊടുക്കാം. ചെയ്തിട്ട് ഈ ഒരു എൻഡ് എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു സ്റ്റിച്ച് മാർക്കർ വെച്ച ആ ഒരു സ്പേസ് എത്തിയിട്ടുണ്ട്. അതിലും നമുക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് അതിൽ ഞാനൊരു സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ചാണ് ചെയ്യുന്നത്. വീണ്ടും ചെയിൻ 1 ചെയ്യാൻ നമുക്ക് യാൺ കട്ട് ചെയ്യാം. പക്ഷേ യാണിങ്ങനെ വലിച്ച് ടൈറ്റാക്കി കൊടുക്കുക. ഇനി നമുക്ക് ഈ സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്യാം. പിന്നെ നമ്മളിങ്ങനെ നോക്കുമ്പോൾ നമ്മൾ 2 ഗ്രാനി സ്ക്വയർ ഇവിടെ ജോയിൻ ആയത് കാണാം. കണ്ടോ? ജോയിൻ ആക്കിയ കാണുന്നൊന്നുമില്ല. നല്ല നീറ്റിൽ ഇവിടെ ജോയിൻ ആയിട്ടുണ്ട്. 2 ഗ്രാനി സ്ക്വയർ അടിപൊളിയായിട്ട് ജോയിൻ ആയിട്ടുണ്ട്. ഇങ്ങനെയാണ് ബാക്ക് സൈഡ് ഉണ്ടാവുക. ഇങ്ങനെയാണ് ഇതിൻ്റെ ഫ്രണ്ട് സൈഡ് ഉണ്ടാവുക. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടുതൽ വീഡിയോസിനായിട്ട് ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. ഞാനിങ്ങനെ ഒരുപാട് ഇങ്ങനെ ഗ്രാനി സ്ക്വയർ ജോയിൻ ആക്കി വെച്ചിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് ബെഡ്ഷീറ്റോ പിന്നെ അതുപോലെ കുട്ടികളുടെ ടോപ്പോ ഫ്രോക്കിൻ്റെ മുകളിലൊക്കെ ചെയ്താൽ നല്ല ഭംഗിയുണ്ടാവും. താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു ഫോർ സബ്സ്ക്രൈബിങ്.